ഹായ് ഫ്രണ്ട്സ്, മൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് മാപ്പ്, അതുപോലെ തന്നെ ട്രീ മാപ്പ്, ഇവയെല്ലാം നമുക്ക് എങ്ങനെ ടാബ്ലൂവിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടാബ്ലൂ ഇൻ്റർഫേസ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഓൾറെഡി ഞാൻ ഡാറ്റകളെല്ലാം ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഹീറ്റ് മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിൽസിൻ്റെ സം ഓഫ് സെയിൽസ് എടുത്തിട്ട് കോളത്തിലേക്ക് ഇട്ടു. അതേപോലെ തന്നെ വീണ്ടും ഒരു മെഷർ എടുത്തിട്ട് അടുത്ത മെഷർ സം ഓഫ് പ്രോഫിറ്റ് അത് എടുത്തിട്ട് ഞാൻ കോളത്തിലേക്ക് ഇട്ടു. ഓക്കെ, ഇപ്പോൾ ഇവിടെ സം ഓഫ് സെയിൽസിൻ്റെ എന്ത് വന്നിട്ടുണ്ട്, പ്രോഫിറ്റും അതേപോലെ സെയിൽസും ഒരൊറ്റ ഒരു റൗണ്ടിൽ ഒരു ഗ്രാഫ് മാത്രം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അനാലിസിസ് എന്നുള്ള എടുക്കുക. ഓക്കെ, അനാലിസിസ് എടുത്തിട്ട് ഇതിൽ അഗ്രിഗേറ്റ് മെഷർ എന്നല്ലേ ആ ടിക്ക് ചെയ്തിട്ടുണ്ടാവും, അതാണ് ടിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇവിടെ ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് ഉപകാരം വെച്ചാൽ പ്രോഫിറ്റ് 8000 ഇൻഡിവിജ്വൽ ഇതിൽ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ അനാലിസിസ് എടുത്തിട്ട് അഗ്രിഗേറ്റ് മെഷർ എന്നുള്ളത് അൺടിക്ക് ചെയ്താണ് ചെയ്തത്. ഇവിടെ നേരത്തെ ടിക്കായിരുന്നു ഉണ്ടായിരുന്നത്, അൺടിക്ക് ചെയ്ത് അൺടിക്ക് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഹീറ്റ് മാപ്പ് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഈ നെക്സ്റ്റ് വേറെ അടുത്തൊരു ഹീറ്റ് മാപ്പ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ എന്താക്കി, സം ഓഫ് സെയിൽ എടുത്തിട്ട് കോളത്തിലേക്ക് ഇട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് റോസിലും എടുത്ത് വീണ്ടും ഞാൻ അനാലിസിസ് പോയിട്ട് അഗ്രിഗേറ്റ് എന്താക്കി, അഗ്രിഗേറ്റ് മെഷർ എന്നുള്ളത് അൺടിക്ക് ചെയ്ത് അപ്പോൾ ഹീറ്റ് മാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടി. ഇനി എനിക്ക് ഇതിൽ വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് ഇങ്ങനെ ഈ ലോസ് വരുത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുത്തുന്നത്, സെയിൽസ് വരുത്തുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, പ്രൊഡക്റ്റ് നെയിം എന്നുള്ളത് എടുത്തിട്ട് ഡീറ്റെയിൽസിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ഇത് ഏറ്റവും കൂടുതൽ ഗുഡ് പ്രൊഡക്റ്റ് ഏതാണെന്ന് മനസ്സിലായി. നല്ല സെയിലും നല്ല പ്രോഫിറ്റും കിട്ടിയത് കാനോൺ ഇമേജ് ക്ലാസ് എന്നുള്ള ഇതാണ്. കോപ്പിയർ 2200 അഡ്വാൻസ് കോപ്പിയറാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തുന്നത് കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും മോശമായ പ്രൊഡക്റ്റ് ഏതാണ് നമുക്ക് കിട്ടി, ഏതാണ്, ക്യൂബിഫൈ ക്യൂബ്. സെയിൽസ് 4500 പ്രോഫിറ്റ് വന്നത് -6600. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക്, അപ്പോൾ ഇത് ട്രീ മാപ്പാണ്, ഹീറ്റ് മാപ്പാണ് കേട്ടോ. അതെങ്ങനെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഹീറ്റ് മാപ്പ് എന്ന് കൊടുക്കും, ഹീറ്റ് മാപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് മാപ്പാണ്, ബട്ട് ഹീറ്റ് മാപ്പ് ബൈ പ്രൊഡക്റ്റ് നെയിം. പ്രൊഡക്റ്റ് ഇത് സാധാ ഹീറ്റ് മാപ്പ്. ഓക്കെ, പ്രൊഡക്റ്റ് നെയിം ഒന്നും അതിൽ കൊടുത്തിട്ടില്ലല്ലോ, ഹീറ്റ് മാപ്പ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ പ്രൊഡക്റ്റ് നെയിം നമുക്ക് ഇവിടെ കേസർ കൊണ്ട് കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റ് നെയിം ഒന്നും വരുന്നില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് എങ്ങനെ നമുക്ക് ട്രീ മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ട്രീ മാപ്പ് ഉപയോഗിക്കൽ എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ 4-5 കൂടുതൽ കാറ്റഗറി ഒക്കെ വരുമ്പോൾ നമുക്ക് അത് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് ഏതിൽ, പൈ ചാർട്ടിൽ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ കാറ്റഗറി എടുത്ത് ഞാൻ കോളംസിൽ കൊടുത്തു, സബ് കാറ്റഗറി ഉണ്ടാവും ഇവിടെ, സബ് കാറ്റഗറി എടുത്ത് ഞാൻ റോസിൽ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇനി ഷോ മീ എന്നുള്ളത് ചിലർക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടാവില്ല, അപ്പോൾ ഷോ മീ ക്ലിക്ക് ചെയ്യാം. ദെൻ അനദർ ഇത് മാത്രം പോരാ, എന്നിട്ട് എന്ത് വേണം, സം ഓഫ് സെയിൽസ് റോസിൽ ഇടാം. ഓക്കെ, ഇതിൽ കാറ്റഗറീനെ ഞാൻ ഒഴിവാക്കുന്നു, അതിന് പകരം കാറ്റഗറീനെ കോളംസിലിട്ടു, സം ഓഫ് സെയിൽസ് എടുത്തിട്ട് റോസിലിട്ടു. ഇനി ഇങ്ങനെ പൈ ചാർട്ട് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നുള്ള ഇൻ്റർവ്യൂ എന്ന് കൊടുത്താൽ, ഇപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നും മനസ്സിലാക്കാൻ കുറേ എണ്ണമാകുമ്പോൾ ഡിഫിക്കൽട്ട് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ നിങ്ങൾ, ഷോമി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ്ടോ ഹീറ്റ് ട്രീ മാപ്പ് ഇത് കൊടുക്കുക, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ വളരെ വൃത്തിയായിട്ട് നല്ല ഓരോന്നിൻ്റെ ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് ഫോൺസ് ആണ്. അത് വലിയ ഒരു സർക്കിളായിട്ട് വന്ന് കിട്ടി.
ആ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി ലേബൽ വേണമെന്നുണ്ടെങ്കിൽ ലേബൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ലേബൽ വേണമെങ്കിൽ ലേബൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഓരോന്ന് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ട്രീ മാപ്പ്, ഹീറ്റ് മാപ്പ്. ഇത് രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പോക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഷോപ്പിൽ നിന്ന് പോക്കിയാൽ മതി. ഓക്കെ, ഇതിൽ നമുക്ക് ഏത് ഇതാണോ വേണ്ടത് ആ ഗ്രാഫുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും നന്ദി.